2 രാജാക്കന്മാർ അധ്യായം 15. ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെ 27-ാം ഭരണവർഷം യൂദാ രാജാവായ അമസ്യായുടെ പുത്രൻ അസറിയ ഭരണമേറ്റു. അപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ ജെറൂസലേമിൽ 52 വർഷം ഭരിച്ചു. ജെറൂസലേമിലെ യക്കോലിയ ആയിരുന്നു അവൻ്റെ അമ്മ. അവൻ പിതാവായ അമസ്യായെപ്പോലെ കർത്താവിൻ്റെ മുമ്പിൽ നീതിപൂർവ്വം വർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു. കർത്താവ് രാജാവിനെ ശിക്ഷിച്ചു. അവൻ കുഷ്ഠരോഗിയായി. മരണം വരെ അവൻ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് താമസിക്കേണ്ടി വന്നു. പുത്രൻ യോഥാം കൊട്ടാരത്തിൻ്റെ അധിപനായി രാജ്യഭരണം നടത്തി. അസറിയായുടെ മറ്റ് പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അസറിയ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ യോഥാം രാജാവായി. യൂദാ രാജാവായ അസറിയയുടെ 38-ാം ഭരണവർഷം ജെറോബോവാമിൻ്റെ പുത്രൻ സഖറിയ സമറിയായിൽ ഇസ്രായേലിനെ 6 മാസം ഭരിച്ചു. പിതാക്കന്മാരെ പോലെ അവനും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. യാബേഷിന്റെ പുത്രൻ ഷല്ലൂം അവനെതിരെ ഗൂഢാലോചന നടത്തി. ഇബ്ലെയാമിൽ വെച്ച് അവനെ വധിച്ച് രാജാവായി. സഖറിയായുടെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിന്റെ പുത്രന്മാർ 4 തലമുറകൾ വരെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴും എന്ന് കർത്താവ് യേഹൂവിന് നൽകിയ വാഗ്ദാനം പൂർത്തിയായി. യൂദാ രാജാവായ ഉസിയായുടെ 39-ാം ഭരണവർഷം യാബേഷിന്റെ പുത്രൻ ഷല്ലൂം ഭരണമേറ്റു. സമറിയായിൽ 1 മാസം ഭരിച്ചു. ഗാദിയുടെ പുത്രൻ മെനാഹേം തിർസായിൽ നിന്ന് സമറിയായിൽ വന്ന് യാബേഷിന്റെ പുത്രനായ ഷെല്ലൂമിനെ വധിച്ച് രാജാവായി. ഷെല്ലൂമിന്റെ ഗൂഢാലോചനയും മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് തപ്പുവ നിവാസികൾ നഗരവാതിൽ തനിക്ക് വേണ്ടി തുറക്കാഞ്ഞതിനാൽ മെനാഹേം നഗരത്തെയും നിവാസികളെയും തീർസാ മുതലുള്ള അതിർത്തി പ്രദേശങ്ങളെയും നശിപ്പിച്ചു. അവൻ ഗർഭിണികളുടെ ഉദരം പിളർന്നു. യൂദാ രാജാവായ അസറിയായുടെ 39-ാം ഭരണവർഷം ഗാദിയുടെ പുത്രനായ മെനാഹേം ഇസ്രായേലിൽ ഭരണമേറ്റു. അവൻ 10 വർഷം സമറിയായിൽ ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ മകനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറിയില്ല. അസീറിയ രാജാവായ പൂൽ ഇസ്രായേലിനെതിരെ വന്നു. തൻ്റെ രാജപദവിക്ക് ഇളക്കം തട്ടാതിരിക്കാൻ മെനാഹേം അവന് 1000 താലന്ത് വെള്ളി സമ്മാനിച്ചു. മെനാഹേം ഇസ്രായേലിലെ എല്ലാ ധനികരിലും നിന്ന് 50 ഷെക്കൽ വെള്ളി വീതം ശേഖരിച്ചതാണ് ഈ പണം. അസീറിയ രാജാവ് പിന്തിരിഞ്ഞു. മെനാഹേമിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മെനാഹേം പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ പെക്കാഹിയ രാജാവായി. യൂദാ രാജാവായ അസറിയയുടെ 50-ാം ഭരണവർഷം മെനാഹേമിന്റെ പുത്രൻ പെക്കാഹിയ ഭരണമേറ്റ് ഇസ്രായേലിനെ സമറിയായിൽ 2 വർഷം ഭരിച്ചു. കർത്താവിൻ്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. പടനായകനും റമാലിയായുടെ പുത്രനുമായ പെക്കാഹ് 50 ഗിലെയാദ്യരോടൊത്ത് ഗൂഢാലോചന നടത്തി സമറിയായിലെ കൊട്ടാരത്തിൻ്റെ കോട്ടയിൽ വെച്ച് പെക്കാഹിയയെ വധിച്ചു രാജാവായി. പെക്കാഹിയയുടെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂദാ രാജാവായ അസറിയായുടെ 52-ാം ഭരണവർഷം റമാലിയായുടെ പുത്രൻ പെക്കാഹ് രാജാവായി. അവൻ സമറിയായിൽ
ഇസ്രായേലിനെ 20 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ മകനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. ഇസ്രായേൽ രാജാവായ പെക്കാഹിൻ്റെ കാലത്ത് ഇയോൺ, ആബെൽ ബത്മാക്ക, യനോവ, കേദഷ്, ഹസോർ, ഗിലെയാദ്, ഗലീലി എന്നിങ്ങനെ നഫ്താലി ദേശം മുഴുവൻ അസീറിയ രാജാവായ തിക്ലാത്ത് പിലേസർ പിടിച്ചടക്കി ജനത്തെ തടവുകാരാക്കി അസീറിയയിലേക്ക് കൊണ്ടുപോയി. ഉസിയായുടെ മകൻ യോധാമിൻ്റെ 20-ാം ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ റമാലിയായുടെ പുത്രൻ പെക്കാഹിനെതിരെ ഗൂഢാലോചന നടത്തി അവനെ വധിച്ച് രാജാവായി. പെക്കാഹിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. റമാലിയായുടെ പുത്രൻ പെക്കാഹിൻ്റെ 2-ാം ഭരണവർഷം യൂദാ രാജാവായ ഉസിയായുടെ മകൻ യോഥാം ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറൂസലമിൽ 16 വർഷം ഭരിച്ചു. സാദോക്കിൻ്റെ മകളായ യെറൂഷ ആയിരുന്നു അവൻ്റെ മാതാവ്. പിതാവായ ഉസിയായെപ്പോലെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ നീതിപൂർവ്വം വർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു. അവൻ ദേവാലയത്തിൻ്റെ ഉപരികവാടം നിർമ്മിച്ചു. യോഥാമിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് കർത്താവ് സിറിയ രാജാവായ റസീനെയും റമാലിയയുടെ പുത്രനായ പെക്കാഹിനെയും യൂദായ്ക്കെതിരെ അയച്ചു തുടങ്ങി. യോഥാം പിതാക്കന്മാരോട് ചേർന്നു. പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവനെ സംസ്കരിച്ചു. പുത്രൻ ആഹാസ് രാജാവായി. Chapter 15. Azariah son of Amaziah king of Judah became king in the 27th year of Jeroboam king of Israel. He was 16 years old when he began to reign, and he reigned 52 years in Jerusalem. His mother, whose name was Jecholiah, was from Jerusalem. He pleased the Lord just as his father Amaziah had done. Yet the high places did not disappear. The people continued to sacrifice and to burn incense on them. The Lord afflicted the king, and he was a leper to the day of his death. He lived in a house apart, while Jotham, the king's son, was vizier and regent for the people of the land. The rest of the acts of Azariah and all his accomplishments are recorded in the book of the Chronicles of the kings of Judah. Azariah rested with his ancestors and was buried with them in the city of David. His son Jotham succeeded him as king. In the 38th year of Azariah king of Judah, Zechariah son of Jeroboam was king of Israel in Samaria for 6 months. He did evil in the sight of the Lord as his fathers had done, and did not desist from the sins which Jeroboam son of Nebat had caused Israel to commit. Shallum son of Jabesh conspired against Zechariah, attacked and killed him at Ibleam, and reigned in his place. The rest of the acts of Zechariah are recorded in the book of the Chronicles of the kings of Israel. Thus the Lord's promise to Jehu, "Your descendants to the 4th generation shall sit upon the throne of Israel," was fulfilled. Shallum son of Jabesh became king in the 39th year of Uzziah king of Judah. He reigned 1 month in Samaria. Menachem son of Gedai came up from Tirzah to Samaria, where he attacked and killed Shallum son of Jabesh, and reigned in his place. The rest of the acts of Shallum and the fact of his conspiracy are recorded in the book of the Chronicles of the kings of Israel. At that time Menachem punished Tappuah, all the inhabitants of the town and of its whole district, because on his way from Tirzah they did not let him in. He punished them even to ripping open all the pregnant women. In the 39th year of Azariah king of Judah, Menachem son of Gadai began his 10-year reign over Samaria. He did evil in the sight of the Lord, not desisting from the sins which Jeroboam son of Nebat had caused Israel to commit. During his reign, Pul, king of Assyria, invaded the land, and Menachem gave him 1,000 talents of silver to have his assistance in strengthening his hold on the kingdom.
Menahem secured the money to give to the king of Assyria by exacting it from all the men of substance in the country, 50 silver shekels from each. The king of Assyria did not remain in the country, but withdrew. The rest of the acts of Menahem and all his accomplishments are recorded in the book of the Chronicles of the Kings of Israel. Menahem rested with his ancestors, and his son Pekahiah succeeded him as king. In the 50th year of Azariah, king of Judah, Pekahiah, son of Menahem, began his 2-year reign over Israel and Samaria. He did evil in the sight of the Lord, not desisting from the sins which Jeroboam, son of Nebat, had caused Israel to commit. His adjutant, Pekah, son of Remaliah, who had with him 50 men from Gilead, conspired against him, killed him within the palace stronghold in Samaria, and reigned in his place. The rest of the acts of Pekahiah and all his accomplishments are recorded in the book of the Chronicles of the Kings of Israel. In the 52nd year of Azariah, king of Judah, Pekah, son of Remaliah, began his 20-year reign over Israel and Samaria. He did evil in the sight of the Lord, not desisting from the sins which Jeroboam, son of Nebat, had caused Israel to commit. During the reign of Pekah, king of Israel, Tiglath-Pileser, king of Assyria, came and took Ijon, Abel-Beth-Maachah, Janoah, Kedesh, Hazor, all the territory of Naphtali, Gilead, and Galilee, deporting the inhabitants to Assyria. Hoshea, son of Elah, conspired against Pekah, son of Remaliah. He attacked and killed him, and reigned in his place in the 20th year of Jotham, son of Uzziah. The rest of the acts of Pekah and all his accomplishments are recorded in the book of the Chronicles of the Kings of Israel. In the 2nd year of Pekah, son of Remaliah, king of Israel, Jotham, son of Uzziah, king of Judah, began to reign. He was 25 years old when he became king, and he reigned 16 years in Jerusalem. His mother's name was Jerusha, daughter of Zadok. He pleased the Lord just as his father Uzziah had done. Nevertheless, the high places did not disappear, and the people continued to sacrifice and to burn incense on them. It was he who built the upper gate of the temple of the Lord. The rest of the acts of Jotham and all his accomplishments are recorded in the book of the Chronicles of the Kings of Judah. It was at that time that the Lord first loosed Rezin, king of Aram, and Pekah, son of Remaliah, against Judah. Jotham rested with his ancestors and was buried with them in his forefather's city of David. His son Ahaz succeeded him as king.